ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു വളരെ സ്പെഷ്യലും വ്യത്യസ്തമായിട്ടുള്ളൊരു മെനു ആണ്. നമ്മുടെ വീട്ടില് പുതിയതായിട്ട് നമ്മളെ സഹായിക്കാൻ വന്ന ചേച്ചിയാണ് ഈ ഐറ്റംസ് മൊത്തം ഉണ്ടാക്കിയത്. ഞാനിതാ ഇപ്പൊ പ്ലേറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വെജ് പുലാവാണ്. ഈ കാണുന്നത് ചിക്കൻ സാമ്പാറാണ്. നമ്മുടെ നാട്ടിൽ ആകെ ഒരു സാമ്പാറേ ഉള്ളൂ. പക്ഷെ കർണാടകയിൽ എങ്ങനെയെന്ന് വെച്ചാല് ചിക്കനും മട്ടനും മീനും വെച്ചുണ്ടാക്കുന്ന എല്ലാ കറികളും സാമ്പാറാണ്. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചിക്കൻ ലെഗ് പീസ് വന്നിട്ട് ചിക്കൻ തവ ഫ്രൈ ആണ്. ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഉണ്ടാക്കി തന്നതാണ് ഈ കാണുന്ന മൊത്തം ഐറ്റംസും. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഗൈസ്, ലുക്കിലല്ല വർക്കിലാണ് കാര്യം പറയുമല്ലോ, അതാണ് ആളുടെ അവസ്ഥ. ആളൊരു സകലകലാ വല്ലഭിയാണ്. രാവിലെ ഒരു 8-8:30 നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആള് പിന്നെ ഇരിക്കില്ല കേട്ടോ. പോണവരെ ഫുൾ ടൈം അടുക്കള വർക്ക്, പിന്നെ അടിച്ചുവാരും തുടയ്ക്കും, എല്ലാ പണിയുണ്ട്. പക്ഷെ ആള് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അടികെ കെൽസയിലാണ്, അതായത് അടുക്കള ജോലി. ചേച്ചിയുടെ കൈപുണ്യത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തുണ്ടാക്കിയാലും അത്രയ്ക്കും ടേസ്റ്റ് ആണ്. നമ്മുടെ അടുത്ത് ഡെയിലി വന്നു കഴിഞ്ഞാൽ ചോദിക്കും, ಇವತ್ತು ನಿಮ್ಗೆ ಏನ್ ಬೇಕು, ഞാൻ ಅದು ಮಾಡ್ಕೊಡ್ತೀನಿ ಇದು ಮಾಡ್ಕೊಡ್ತೀನಿ എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ പറയും, ചേച്ചി നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കി തന്ന ഒരാഴ്ചയിലും നമ്മളെല്ലാവരും ബീപ്പക്കുറ്റികളാവുന്നു. ചേച്ചി ഫസ്റ്റ് ഡേ വന്നിട്ട് ലഞ്ചിന് ഉണ്ടാക്കി തന്ന മെനു മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡിന്നറിന് വേണ്ടി ചേച്ചി നമുക്ക് മൂലി, അതായത് മുള്ളങ്കി പറാത്തിയും ചിക്കൻ ചാപ്സും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ചേച്ചി ഉണ്ടാക്കി തന്ന ആലു പറാത്ത, ബീട്രൂട്ട്, ക്യാരറ്റ്, നല്ല ചൂട് ചിക്കൻ 65ഉം സാലഡും പിന്നെ നല്ല തക്കുടുമുണ്ടൻ ഗുലാബ് ജാമും കഴിച്ച് വയറ് വീർപ്പിച്ചിരിക്കുകയാണ്. ചാ ചാ.